എല്ലാവർക്കും മല്ലുകൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് സിനിമകൾ ഇപ്പോൾ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. പ്രിൻസ്, ഗെറ്റ് സെറ്റ് ബേബി, ഫൂട്ടേജ്, ബസൂക്ക തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലെ തോന്നിയിരിക്കേണ്ട ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് സൂപ്പർ സിന്ദിഖി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ധ്യാൻ ശ്രീനിവാസനാണ് സിനിമയിലെ നായകൻ. ഇതൊരു കോമഡി മൂവിയായിരുന്നു. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് സൂപ്പർ സിന്ദിഖി. ഈ സിനിമ ഇന്നലെ ഫ്ലവേഴ്സിൽ പ്രീമിയറായിട്ട് വന്നിട്ടുണ്ട്. സൂപ്പർ സിന്ദിഖിയുടെ HD പ്രിന്റ് ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് എല്ലാം സെറ്റാണെന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഡ്രാമ കോമഡി മൂവിയാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് എല്ലാം സെറ്റാണ്. ഈ സിനിമയുടെ OTT റിലീസ് ജൂൺ മാസം 20-നാണ്. സിംപ്ലി സൗത്തിലാണ് സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് DNA എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് DNA. ഇതൊരു ത്രില്ലർ സിനിമയാണ്. അസ്കർ, അന്ന റെജി, റായലക്ഷ്മിയാണ് DNA സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. മനോരമ മാക്സ് ആണ് DNA സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ അടുത്ത വീക്കാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. അജു വർഗീസ് നായകനായ കോമഡി മൂവിയാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ. സൈനാപ്ലയാണ് ഈ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമയുടെ ട്രെയിലർ ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഈ ആഴ്ചയാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടന്റെ OTT റിലീസ്. ജൂൺ മാസം 20-നായിരിക്കും സിനിമ വരുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ജമാലിന്റെ പുഞ്ചിരി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ചെറിയ മൂവിയാണ്. ഇന്ദ്രൻസ്, സിദ്ദിഖ്, പ്രയാഗ മാർട്ടിൻ ഇവരാണ് ജമാലിന്റെ പുഞ്ചിരിയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ മലയാള സിനിമ ഇപ്പോൾ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. യൂട്യൂബിലാണ് ഇന്ന് സിനിമ വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഒരു സീരീസുമായി ബന്ധപ്പെട്ടതാണ്. ഗുഡ് വൈഫ് എന്നാണ് സീരീസിന്റെ പേര്. പ്രിയാമണിയാണ് സീരീസിൽ നായിക. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് സീരീസ് വരുന്നത്. ഈ സീരീസിന്റെ ടീസർ ഇപ്പോൾ വന്നിരിക്കുകയാണ്. മലയാളം അടക്കം എല്ലാ ലാംഗ്വേജിലും ഗുഡ് വൈഫിന്റെ സീരീസ് അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് ജിൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് ജിന്നി സിനിമ നേടിയത്. ഈ ജിന്നി സിനിമയുടെ OTT ഇപ്പോൾ സമ്മർ സ്റ്റേ വാങ്ങിച്ചിട്ടുണ്ട്. ജൂൺ മാസം 20-നാണ് സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഫൂട്ടേജ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ഫൂട്ടേജ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. മഞ്ജു വാര്യരാണ് ഫൂട്ടേജ് സിനിമയിലെ നായിക. ഫൂട്ടേജിന് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ടുവെങ്കിലും OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. ആമസോൺ പ്രൈമാണ് ഫൂട്ടേജിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഈ മാസം ലാസ്റ്റ് വീക്കിലായിരിക്കും ഫൂട്ടേജ് സിനിമ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മമ്മൂട്ടിയുടെ പരാജയപ്പെട്ട സിനിമയാണ് ബസൂക്ക. എന്നാലും ആരാധകർ OTT നോക്കിയിരിക്കുകയാണ്. സിനിമയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത് C5 ആണ്. ഇതുവരെ OTT റിലീസ് ചെയ്ത് വന്നിട്ടില്ല. ജൂൺ 20-ന് പ്രിൻസ് ആൻഡ് ഫാമിലി കഴിഞ്ഞതിന് ശേഷമായിരിക്കും C5-ൽ ബസൂക്ക വരുന്നത്. അതായത് ഈ മാസം ലാസ്റ്റ് വീക്കിലായിരിക്കും ബസൂക്ക സിനിമ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. ഡേറ്റ് വന്നാൽ ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. മമ്മൂട്ടിയാണ് ബസൂക്ക സിനിമയിലെ നായകൻ. ഇതൊരു ആക്ഷൻ മൂവിയായിരുന്നു. അടുത്തൊരു അപ്ഡേറ്റ് നടികർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് നടികർ. ടോവിനോ തോമസ് ആണ് സിനിമയിലെ നായകൻ. ഈ സിനിമയുടെ OTT വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. സിനിമ ഒരു കോമഡി ആക്ഷൻ മൂവിയായിരുന്നു. നടികർ സിനിമ ഇപ്പോൾ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. ആമസോൺ പ്രൈം നടികർ സിനിമയുടെ OTT വാങ്ങിച്ചെന്ന റിപ്പോർട്ട് കാണാനുണ്ട്. കൂടുതലും ഈ മാസം ലാസ്റ്റ് ആയിരിക്കും നടികർ സിനിമ റിലീസാവാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് പുണ്യാളൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. അനശ്വര രാജൻ, ബാലു വർഗീസ്, അർജുൻ അശോകനാണ് പുണ്യാള സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു കോമഡി മൂവിയായിരുന്നു. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് എന്ന് സ്വന്തം പുണ്യാളൻ. സിനിമ റിലീസായിട്ട് മാസങ്ങളായി. പുണ്യാളൻ സിനിമയുടെ OTT വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ജിയോ ഹോട്ട്സ്റ്റാർ പുണ്യാള സിനിമയുടെ OTT വാങ്ങിച്ചെന്ന റിപ്പോർട്ട് കാണാനുണ്ട്. അങ്ങനെയാണെങ്കിൽ ജൂൺ മാസം 28-നായിരിക്കും പുണ്യാളൻ സിനിമ ജിയോ ഹോട്ട്സ്റ്റാറിൽ വരാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് ഗെറ്റ് സെറ്റ് ബേബി സ്വന്തമാക്കിയത്. മാർക്കോ സിനിമയ്ക്ക് ശേഷം വന്ന സിനിമയായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി. ഉണ്ണി മുകുന്ദൻ, നിഖില വിമലാണ് ഗെറ്റ് സെറ്റ് ബേബിയിൽ അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററുകളിൽ ഒരു മാസത്തോളം സിനിമ ഓടിയിട്ടുണ്ടായിരുന്നു. ഒരു ഫാമിലി കോമഡി മൂവിയാണ് ഗെറ്റ് സെറ്റ് ബേബി. ഇപ്പോൾ ഇതാ സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. മനോരമ മാക്സ് ആണ് ഗെറ്റ് സെറ്റ് ബേബിയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ സർപ്രൈസ് ആയിട്ട് ഈ വീക്കിൽ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അവസാനത്തെ അപ്ഡേറ്റ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു ദിലീപിന്റെ സിനിമ വിജയിക്കുന്നത്. ദിലീപിന്റെ സിനിമകൾ OTT റിലീസ് ചെയ്യാറില്ല, ആരും തന്നെ വാങ്ങാറില്ല. എന്നാൽ ഇപ്പോൾ പ്രിൻസ് ആൻഡ് ഫാമിലി വിജയിച്ചിരിക്കുകയാണ്. 30 ദിവസം തിയേറ്ററുകളിൽ സിനിമ ഓടിയിട്ടുണ്ടായിരുന്നു. ഇതൊരു ഫാമിലി കോമഡി മൂവിയാണ്. ജോണി ആന്റണി, സിദ്ദിഖ്, ധ്യാൻ, ദിലീപാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. ജൂൺ മാസം 20-ന് C5-ലാണ് പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ
ഒഫീഷ്യൽ OTT റിലീസ്. ഇനിയും ഒരുപാട് സിനിമകൾ ഈ മാസം വരാനുണ്ട്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.